ചെറുകഥകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ആഴ്ചയിൽ 1-2 ചെറുകഥകൾ കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു. എൻ്റെ ചെറുകഥകളിൽ ഏറ്റവും കൂടുതൽ പേർ വായിച്ച കഥകൾ കേൾവിക്കാർക്കായി ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്തു കൊടുക്കുമെന്നും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. കൗമാരസ്വപ്നങ്ങൾ മനസ്സിനെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങിയ സമയത്തൊക്കെ അവൻ തീരെ ചെറുതായിരുന്നു. അതുകൊണ്ട് സുന്ദരിമാർക്കൊന്നും അവനെ കണ്ണിൽ പിടിച്ചില്ല എന്ന് വേണം കരുതാൻ. ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പിടീന്ന് അവനങ്ങ് വലുതായി. യുവത്വത്തിലേക്ക് പ്രവേശിച്ച അവൻ പൊടിമീശയും വെച്ച് അന്നത്തെ ഹിപ്പി സ്റ്റൈലിൽ ബെൽ ബോട്ടം പാൻസുമിട്ട് ജയനെ അനുകരിച്ചാണ് നടപ്പ്. പറയുന്നത് കേട്ടാൽ തോന്നും അന്ന് അവൻ്റെ മുമ്പിൽ പെട്ടിരുന്നെങ്കിൽ ബാലൻ കെ നായരും സോമനുമൊക്കെ എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതിയെന്ന്. അന്നും കാലത്ത് അവൻ കണ്ണാടി നോക്കിയതാണ്. തീർച്ചയായും താൻ ഒരു സുന്ദരനാണ് എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. തനിക്ക് പറ്റിയ കാമുകിയെ തിരഞ്ഞ് അവൻ തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂട്ടമായി നിൽക്കുന്ന തരുണീമണികൾക്കിടയിൽ കണ്ണുകൊണ്ട് പരതി. തൽക്കാലം ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇല്ലെന്നേ, നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൻ അന്വേഷണം വീണ്ടും തുടർന്നു. തനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട തൻ്റെ പാതി എവിടെയെങ്കിലും കാണാതിരിക്കില്ല. അവനത് തീർച്ചയാണ്. അവൻ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? നഷ്ടമായ അവൻ്റെ വാരിയെല്ലിൻ്റെ ബാക്കി പുറത്ത് തപ്പി നോക്കുമ്പോൾ ഒക്കെ കാണാം. അതവിടെ ഇരുന്ന് കുത്തുന്നത് കൊണ്ടാണ് ആണുങ്ങൾ ഇത്ര അന്വേഷണ കുതുകികളാകുന്നത്. അതിൻ്റെ കുത്ത് ഒരു 1.5 കുത്താണേ. അന്നൊരു ദിവസം പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞ് പ്രദക്ഷിണ സമയത്ത് അവൻ താൻ തിരഞ്ഞു നടന്നയാളെ കണ്ടെത്തി. അവൻ പുരുഷന്മാരുടെ ലൈനിലും അവൾ സ്ത്രീകളുടെ ലൈനിലുമാണ് നടന്നുകൊണ്ടിരുന്നത്. കൂടെ പരിചയമുള്ള ആരെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയം ബാക്കി നിന്നു. ആരായിരിക്കും അത്? ഏതായാലും സുന്ദരിയാണ്. നീണ്ട മുടി പുറം നിറയെ വിടർത്തിയിട്ട് തുമ്പു മാത്രം കെട്ടി അതിലൊരു പൂ ചൂടിയിട്ടുണ്ട്. ജഘനഭാരത്തെ മറയ്ക്കാൻ പര്യാപ്തമായ നീളം മുടിക്കില്ല. മുഖദർശനം സാധ്യമാകാത്തതുകൊണ്ടാണ് പിന്നാമ്പുറ വർണ്ണനയിൽ അവന് മുഴുകേണ്ടി വന്നത്. ബാക്ക് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ മുഖം കാണാതിരിക്കാൻ വയ്യ. അതുകൊണ്ടവൻ പ്രദർശനത്തിൻ്റെ ലൈൻ തെറ്റിച്ച് എന്തോ അത്യാവശ്യമുണ്ടെന്ന മട്ടിൽ മുന്നിലേക്ക് ഓടിച്ചെന്ന് വീണ്ടും ലൈനിൽ കയറി. അതൊക്കെ പ്രദർശനത്തിൽ പതിവാണ്. ഇപ്പോൾ പുറകിലേക്ക് നോക്കിയാൽ അവളുടെ മുഖം വ്യക്തമായി കാണാം. അല്പം നീണ്ട മുഖം, സുന്ദരമായ കണ്ണുകൾ, സുന്ദരമായ നാസിക, നല്ല ചിരി. ഒറ്റ നോട്ടത്തിൽ അവൻ അവളെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിന്നു. ആരായിരിക്കും അത്? അവളുടെ കൂടെയുള്ള ആരെയും മുൻപരിചയമില്ലല്ലോ. തനിക്കറിയാത്ത ഇത്രയും സുന്ദരികൾ ഈ നാട്ടിലുണ്ടോ? എന്നാലും അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. അപ്പിഹിപ്പി പറയുന്നത് പോലെ ഇതങ്ങനെ വിടാവുന്ന കാര്യമല്ലല്ലോ. എങ്ങനെയും കണ്ടുപിടിക്കണം. പ്രദക്ഷിണം തിരിച്ചു പള്ളിയിലെത്തുന്നതുവരെ കണ്ണുകൾ കൊണ്ടുള്ള അമൃതപാനം അവൻ തുടർന്നു. അതിനുശേഷവും ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരായിരിക്കും അത്? വിഷയം പൂവാല സമൂഹത്തിൽ അന്ന് തന്നെ അവതരിപ്പിച്ചു. നേതാവ് നാട്ടിലുള്ള സുന്ദരിമാരുടെ ലിസ്റ്റ് വിശദമായി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, നമ്മുടെ പരിധിയിൽ നാം അറിയാതെ ഒരു പുതിയ കിളിയോ? സാധ്യത തീരെയില്ല. അല്ലെങ്കിൽ നേരത്തെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നതായിരിക്കില്ല അവൾ. അവളുടെ കൂടെ കണ്ടവരെല്ലാം ഞങ്ങളുടെ പരിധിയിലായതുകൊണ്ട് ഞാൻ നാളെ അവളുടെ ചരിത്രവും പൗരധർമ്മവും എല്ലാം തരാം. ഇന്നത്തേക്ക് നീ ക്ഷമി. നേതാവ് വാക്ക് പാലിച്ചു. പിറ്റേന്ന് തന്നെ ആളേതെന്ന് പിടികിട്ടി. ഇത്രയും കഷ്ടപ്പെട്ട് അവൾ ആരെന്ന് കണ്ടെത്തിയപ്പോൾ അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം അവൾ അവൻ്റെ പിതാവിൻ്റെ അടുത്ത ഒരു കൂട്ടുകാരൻ്റെ മകളായിരുന്നു. അവർ സ്ഥലം വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി പോയിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ കണ്ടതിന് ശേഷം അവളെ പിന്നീട് കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ അവളുടെ മൂക്കിൽ നിന്നും 2 കൊമ്പ് മഞ്ഞ നിറത്തിൽ ഇറങ്ങി വരുമായിരുന്നു. അതാണ് ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന അവളുടെ ചിത്രം. ഓർക്കുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞു പോകും.
ആരായിരിക്കും അവൾ എന്നതിൻ്റെ ഉത്തരം അങ്ങനെ കിട്ടി. പഴയ മൂക്കൊലിപ്പി. അടുത്ത കഥ 2-3 ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ചെയ്യാം. സാധാരണ ചെറുകഥകൾ പോസ്റ്റ് ചെയ്യുന്ന സമയം ഉച്ചയ്ക്ക് 1 മണിയാണ് കേട്ടോ. എല്ലാവരും വായിക്കുകയും സഹകരിക്കുകയും ചെയ്യണേ.